LDC പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. 239/2023 ക്വസ്റ്റ്യൻ പേപ്പർ കോഡ്. ഞാൻ ചോദ്യം വായിച്ച് ആൻസർ പറയാൻ എടുക്കുന്ന ടൈം കൊണ്ട് നിങ്ങൾ തന്നെ ആൻസേഴ്സ് കണ്ടെത്തി വെക്കുക. അതാവുമ്പോൾ എത്ര ആൻസേഴ്സ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ വിലയിരുത്താൻ പറ്റും. ചോദ്യങ്ങളിലേക്ക് കടക്കാം. 2023 16ാമത് പുരുഷ ഏഷ്യ കപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയത്? ഉത്തരം ഓപ്ഷൻ ബി, ഇന്ത്യയാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. 2023 ഏഷ്യ കപ്പ് കിരീടം നേടിയത് ഇന്ത്യ. പറക്കും സിഖ് എന്നറിയപ്പെടുന്ന ഒളിമ്പ്യൻ മിൽഖ സിംഗ് അന്തരിച്ച വർഷം? ഉത്തരം ഓപ്ഷൻ ഡി, 2021. മിൽഖ സിംഗ് അന്തരിച്ച വർഷം 2021. വർണ്ണാന്തത കണ്ടുപിടിച്ചതാര്? ഉത്തരം ഓപ്ഷൻ എ, ജോൺ ഡാൾട്ടൺ. വർണ്ണാന്തത കണ്ടുപിടിച്ചത് ജോൺ ഡാൾട്ടൺ. പ്രഗ്യാൻ റോവർ വിക്ഷേപിച്ചതെന്ന്? ഉത്തരം ഓപ്ഷൻ സി, 22 ജൂലൈ 2019. പ്രഗ്യാൻ റോവർ വിക്ഷേപിച്ചത് 22 ജൂലൈ 2019. ഇലക്ഷൻ കമ്മീഷൻ രൂപവൽകൃതമായതെന്ന്? ഉത്തരം ഓപ്ഷൻ ബി, 1950 ജനുവരി 25. ഇലക്ഷൻ കമ്മീഷൻ രൂപീകരിച്ചത് 1950 ജനുവരി 25. കേന്ദ്ര കോർപ്പറേറ്റ് കാര്യമന്ത്രി ആര്? ഉത്തരം ഓപ്ഷൻ സി, നിർമ്മല സീതാരാമൻ. രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രമേത്? ഉത്തരം ഓപ്ഷൻ സി, സമ്പാദ് കൗമുദി. രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം സമ്പാദ് കൗമുദി. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വോട്ടർ? ഉത്തരം ഓപ്ഷൻ എ, ശ്യാം ശരൺ നേഗി. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വോട്ടർ ശ്യാം ശരൺ നേഗി. ഉൽക്കാവർഷ പ്രദേശം എന്നറിയപ്പെടുന്ന അന്തരീക്ഷ പാളി ഏത്? ഉത്തരം ഓപ്ഷൻ ബി, മിസോസ്ഫിയർ. ഉൽക്കാവർഷ പ്രദേശം എന്നറിയപ്പെടുന്ന അന്തരീക്ഷ പാളി മിസോസ്ഫിയർ. ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന് വാലന്റൈൻ ഷിറോൾ വിശേഷിപ്പിച്ചതാരെ? ഉത്തരം ഓപ്ഷൻ ബി, ബാലഗംഗാധര തിലക്. ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന് വാലന്റൈൻ ഷിറോൾ വിശേഷിപ്പിച്ചത് ബാലഗംഗാധര തിലക്. കർണാടകത്തിലെ പ്രധാന ആണവോർജ നിലയം? ഉത്തരം ഓപ്ഷൻ ഡി, കൈഗ. കർണാടകത്തിലെ പ്രധാന ആണവോർജ നിലയം കൈഗ. ധാതുക്കളുടെ കലവറ എന്ന് വിളിക്കുന്ന ഭൂപ്രകൃതി വിഭാഗം? ഉത്തരം ഓപ്ഷൻ സി, ഉപദ്വീപീയ പീഠഭൂമി. ധാതുക്കളുടെ കലവറ എന്ന് വിളിക്കുന്ന ഭൂപ്രകൃതി വിഭാഗം ഉപദ്വീപീയ പീഠഭൂമി. ലാവ തണുത്തുറഞ്ഞുണ്ടായ പീഠഭൂമി? ലാവ തണുത്തുറഞ്ഞുണ്ടായ പീഠഭൂമി? ഉത്തരം ഓപ്ഷൻ എ, ഡക്കാൻ പീഠഭൂമി. അമരാവതി ഏത് നദിയുടെ പോഷക നദിയാണ്? ഉത്തരം ഓപ്ഷൻ ബി, കാവേരി. അമരാവതി കാവേരിയുടെ പോഷക നദിയാണ്. സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ? ഉത്തരം ഓപ്ഷൻ ഡി, ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത. സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത. ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് കേറ്റു അഥവാ ഗോഡ്വിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്ന നിര? ഉത്തരം ഓപ്ഷൻ ബി, കാരക്കോറം. മൗണ്ട് കേറ്റു സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര കാരക്കോറം. കോട്ടണോപോളിസ് എന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ത്യയിലെ പ്രധാന നഗരം? ഉത്തരം ഓപ്ഷൻ സി, മുംബൈ. കോട്ടണോപോളിസ് എന്ന് വിശേഷിപ്പിക്കുന്ന പ്രധാന നഗരം മുംബൈ. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല? ഉത്തരം ഓപ്ഷൻ സി, വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ്. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പെട്രോളിയം ഖനി? ഉത്തരം ഓപ്ഷൻ എ, മുംബൈ ഹൈ. ഇന്ത്യയിലെ ഏറ്റവും വലിയ പെട്രോളിയം ഖനി മുംബൈ ഹൈ. ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി? ഉത്തരം ഓപ്ഷൻ ഡി, ഗോദാവരി. ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരി. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ സ്ഥിരം അധ്യക്ഷൻ? ഉത്തരം ഓപ്ഷൻ ബി, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ സ്ഥിരം അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അയിത്താചരണം ശിക്ഷാർഹമായ കുറ്റമായി പ്രഖ്യാപിക്കുന്ന ഭരണഘടനാ വകുപ്പ്? ഉത്തരം ഓപ്ഷൻ എ, ആർട്ടിക്കിൾ 17. അയിത്താചരണം കുറ്റമായി പ്രഖ്യാപിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 17.
മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ ആർട്ടിക്കിളിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ബി അനുച്ഛേദം 51A. മൗലിക കടമകൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ആർട്ടിക്കിൾ അനുച്ഛേദം 51A. കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ? ഉത്തരം ഓപ്ഷൻ സി ഡോക്ടർ ബിശ്വാസ മേത്ത. ജനങ്ങളുടെ മൗലികാവകാശങ്ങളുടെ സംരക്ഷകനാണ്? ഓപ്ഷൻ ഡി സുപ്രീം കോടതി. ജനങ്ങളുടെ മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ സുപ്രീം കോടതിയാണ്. ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന ആലപിക്കേണ്ട സമയദൈർഘ്യം? ഉത്തരം ഓപ്ഷൻ എ 52 സെക്കൻഡ്. മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും സ്വത്തവകാശത്തെ നീക്കം ചെയ്ത് ഒരു സാധാരണ നിയമാവകാശമായി മാറ്റിയ ഭരണഘടനാ ഭേദഗതി? ഉത്തരം ഓപ്ഷൻ ബി 44-ാം ഭരണഘടനാ ഭേദഗതി. ദേശീയ പതാകയിലെ അരക്കാലുകളുടെ എണ്ണം? ഉത്തരം ഓപ്ഷൻ ഡി 24. ദേശീയ പതാകയിലെ അരക്കാലുകളുടെ എണ്ണം 24. വന്ദേ മാതരം എന്ന ദേശീയ ഗീതത്തിന്റെ രചയിതാവ്? ഉത്തരം ഓപ്ഷൻ സി ബങ്കിം ചന്ദ്ര ചാറ്റർജി. വന്ദേ മാതരത്തിന്റെ രചയിതാവ് ബങ്കിം ചന്ദ്ര ചാറ്റർജി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ? ഉത്തരം ഓപ്ഷൻ ബി ജസ്റ്റിസ് രംഗനാഥ മിശ്ര. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ മിശ്ര. ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനങ്ങളുടെ രൂപീകരണത്തിനായി നിലവിൽ വന്ന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗങ്ങൾ അല്ലാത്തതാര്? ഉത്തരം ഓപ്ഷൻ എ VP മേനോൻ. സ്വദേശി സമരകാലത്ത് ഇന്ത്യൻ ജനതയിൽ ദേശസ്നേഹം വളർത്താൻ ഭാരതമാത എന്ന ചിത്രം വരച്ചതാര്? ഉത്തരം ഓപ്ഷൻ എ രവീന്ദ്രനാഥ് ടാഗോർ. ഭാരതമാത എന്ന ചിത്രം വരച്ചത് രവീന്ദ്രനാഥ് ടാഗോർ. സ്വതന്ത്ര സമര കാലഘട്ടത്തിൽ ലാലാ ഹർദയാൽ ഖദ്ദർ പാർട്ടി എന്ന സംഘടനക്ക് രൂപം നൽകിയത് ഏത് രാജ്യത്ത് വെച്ചാണ്? ഉത്തരം ഓപ്ഷൻ സി അമേരിക്ക. ഖദ്ദർ പാർട്ടിക്ക് രൂപം നൽകിയത് അമേരിക്കയിൽ വെച്ചാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഉദയം ചെയ്ത തൊഴിലാളി പ്രസ്ഥാനമേത്? മദ്രാസ് ലേബർ യൂണിയൻ, AITUC, അഹമ്മദാബാദ് ടെക്സ്റ്റൈൽസ് അസോസിയേഷൻ, ഇവയെല്ലാം? ഉത്തരം ഓപ്ഷൻ ഡി ഇവയെല്ലാം. 1950 മാർച്ച് 15 നിലവിൽ വന്ന ആസൂത്രണ കമ്മീഷന്റെ വൈസ് ചെയർമാൻ ആരായിരുന്നു? ഉത്തരം ഓപ്ഷൻ ബി ഗുൽസറിലാൽ നന്ദ. ആസൂത്രണ കമ്മീഷന്റെ വൈസ് ചെയർമാൻ ഗുൽസറിലാൽ നന്ദയായിരുന്നു. ഇന്ത്യയിൽ 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കാൻ ശുപാർശ ചെയ്ത കമ്മീഷൻ ഏത്? ഉത്തരം ഓപ്ഷൻ സി കോത്താരി കമ്മീഷൻ. ഇന്ത്യയിൽ 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കാൻ ശുപാർശ ചെയ്ത കമ്മീഷൻ കോത്താരി കമ്മീഷൻ. ആരുടെ ജന്മദിനമാണ് ഇന്ത്യയിൽ ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ബി മൗലാന അബ്ദുൽ കലാം ആസാദ്. മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ ജന്മദിനമാണ് ഇന്ത്യയിൽ ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത്. ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ ആരുടെ പുസ്തകമാണ്? ഉത്തരം ഓപ്ഷൻ എ VP മേനോൻ. ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്നത് VP മേനോന്റെ പുസ്തകമാണ്. 1954-1964 കാലഘട്ടത്തിനിടയ്ക്ക് എത്ര IITകൾ ഇന്ത്യയിൽ സ്ഥാപിതമായിട്ടുണ്ട്? ഉത്തരം ഓപ്ഷൻ ഡി 5. 1954-നും 1964-നും ഇടയ്ക്ക് 5 IITകൾ ഇന്ത്യയിൽ സ്ഥാപിതമായിട്ടുണ്ട്. ഇന്ത്യക്കകത്തും പുറത്തുമുള്ള ഇന്ത്യൻ കലകളുടെ പ്രചാരണം ലക്ഷ്യമിട്ടുകൊണ്ട് ന്യൂഡൽഹി ആസ്ഥാനമാക്കി പ്രവർത്തനമാരംഭിച്ച സ്ഥാപനമേത്? ഉത്തരം ഓപ്ഷൻ എ ലളിതകലാ അക്കാദമി. മലയാളത്തിലെ ആദ്യ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയതാരെ? ഉത്തരം ഓപ്ഷൻ ബി ആഞ്ചലോസ് ഫ്രാൻസിസ്. മലയാളത്തിലെ ആദ്യ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ആഞ്ചലോസ് ഫ്രാൻസിസ്. ചാന്നാർ ലഹള നടന്ന വർഷമേത്? ഉത്തരം ഓപ്ഷൻ ബി 1859. ചാന്നാർ ലഹള നടന്ന വർഷം 1859. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ്. ആരുടെ പ്രശസ്തമായ വാക്കുകളാണിത്? ഉത്തരം ഓപ്ഷൻ എ ശ്രീനാരായണ ഗുരു. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് എന്നത്
ശ്രീനാരായണ ഗുരുവിന്റെ പ്രശസ്തമായ വാക്കുകളാണ്? ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത് ആരുടെ നേതൃത്വത്തിലാണ്? ഉത്തരം ഓപ്ഷൻ എ കെ കേളപ്പൻ. ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത് കെ കേളപ്പന്റെ നേതൃത്വത്തിലാണ്. ഗാന്ധിജിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ചതാര്? ഉത്തരം ഓപ്ഷൻ ബി സി ശങ്കരൻ നായർ. ഗാന്ധിജിയും അരാജകത്വവും എന്ന പുസ്തകം രചിച്ചത് സി ശങ്കരൻ നായർ. തിരുവിതാംകൂറിൽ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങൾക്ക് തുടക്കം കുറിച്ച സംഭവമേത്? ഉത്തരം ഓപ്ഷൻ എ മലയാളി മെമ്മോറിയൽ. തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങൾക്ക് തുടക്കം കുറിച്ച സംഭവം മലയാളി മെമ്മോറിയൽ. മലബാറിൽ ദേശീയ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയ വനിതയാര്? ഉത്തരം ഓപ്ഷൻ സി എ വി കുട്ടിമാളു അമ്മ. മലബാറിൽ ദേശീയ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയ വനിത എ വി കുട്ടിമാളു അമ്മ. സ്വാതന്ത്ര്യാനന്തരം കേരളത്തെ ഒരു പ്രത്യേക സംസ്ഥാനമായി പുനഃസംഘടിപ്പിക്കണമെന്ന പ്രമേയം അവതരിപ്പിച്ച സംസ്ഥാന കോൺഗ്രസ് സമ്മേളനം നടന്ന സ്ഥലം ഏത്? ഉത്തരം ഓപ്ഷൻ ബി പയ്യന്നൂർ. തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ സ്ഥാപിച്ചതാര്? ഉത്തരം ഓപ്ഷൻ ഡി വക്കം അബ്ദുൽ ഖാദർ മൗലവി. തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ സ്ഥാപിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവി. കോഴിക്കോട് ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതാര്? ഉത്തരം ഓപ്ഷൻ ബി മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്. കോഴിക്കോട് ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏത്? ഉത്തരം ഓപ്ഷൻ ബി ഇടുക്കി. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കി. കേരളത്തിന്റെ ഖാദി ഗ്രാമ വ്യവസായങ്ങളുടെ ചുമതലയുള്ള മന്ത്രി ആര്? ഉത്തരം ഓപ്ഷൻ ബി പി രാജീവ്. കേരളത്തിന്റെ ഖാദി ഗ്രാമ വ്യവസായങ്ങളുടെ ചുമതലയുള്ള മന്ത്രി പി രാജീവ്. കേരള സ്പോർട്സ് കൗൺസിലിന് രൂപം നൽകിയതാര്? ഉത്തരം ഓപ്ഷൻ ഡി ഗോദവർമ്മ രാജ. കേരള സ്പോർട്സ് കൗൺസിലിന് രൂപം നൽകിയത് ഗോദവർമ്മ രാജ. പശ്ചിമഘട്ടത്തിലെ മഴനിഴൽ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം ഏത്? ഉത്തരം ഓപ്ഷൻ ബി ചിന്നാർ. പശ്ചിമഘട്ടത്തിലെ മഴനിഴൽ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം ചിന്നാർ. അട്ടപ്പാടിയിലെ ഗോത്ര സമൂഹങ്ങൾക്കിടയിൽ ഇന്നും നിലവിലുള്ള കൃഷിരീതി ഏത്? ഉത്തരം ഓപ്ഷൻ സി പുനംകൃഷി. അട്ടപ്പാടിയിലെ ഗോത്ര സമൂഹങ്ങൾക്കിടയിൽ ഇന്നും നിലവിലുള്ള കൃഷിരീതിയാണ് പുനംകൃഷി. ഗൗണ, നാഡി, കവനോഗ്, വളഞ്ഞാർ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന കേരളത്തിലെ ഒരു പുണ്യ നദി ഏത്? ഉത്തരം ഓപ്ഷൻ സി മീനച്ചിലാർ. ഗൗണ, നാഡി, കവനോഗ്, വളഞ്ഞാർ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് മീനച്ചിലാർ. പഴന്തമിഴ് പാട്ടുകളിൽ പരാമർശമുള്ള കേരളത്തിലെ ഒരു പഴവർഗ്ഗം ഏത്? ഉത്തരം ഓപ്ഷൻ ബി ചക്ക. പഴന്തമിഴ് പാട്ടുകളിൽ പരാമർശമുള്ള കേരളത്തിലെ പഴവർഗ്ഗമാണ് ചക്ക. പ്രകൃതി ദുരന്തങ്ങളുടെ നിവാരണത്തിനും ലഘൂകരണത്തിനുമായി സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന സംവിധാനം താഴെ പറയുന്നവയിൽ ഏതാണ്? ഉത്തരം കേരള റവന്യൂ ദുരന്ത നിവാരണ വകുപ്പ്, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി, ദുരന്ത സാധ്യത അപഗ്രഥന സെൽ, മുകളിൽ പറഞ്ഞവയെല്ലാം. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, മുകളിൽ പറഞ്ഞവയെല്ലാം. എറണാകുളം ജില്ലയിലെ ഏത് സ്ഥലത്ത് നടത്തിയ ഉത്ഖനനമാണ് പ്രാചീന തമിഴകത്തിന് റോമുമായി വ്യാപാര ബന്ധമുണ്ടായിരുന്നതിനുള്ള തെളിവുകൾ നൽകുന്നത്? ഉത്തരം ഓപ്ഷൻ സി പറവൂർ. 2012 ഉരുൾപൊട്ടലുണ്ടായ പുല്ലൂരാമ്പാറ ഏത് ജില്ലയിലാണ്? ഉത്തരം ഓപ്ഷൻ ബി കോഴിക്കോട്. പുല്ലൂരാമ്പാറ കോഴിക്കോട് ജില്ലയിൽ. മന്ദരോഗം പരത്തുന്ന കൊതുകുകൾ? ഉത്തരം ഓപ്ഷൻ ബി ക്യൂലക്സ് കൊതുക്. മന്ദരോഗം പരത്തുന്ന കൊതുകാണ് ക്യൂലക്സ് കൊതുക്. വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവമുണ്ടായാൽ നേത്രാവരണവും കോർണിയയും വരണ്ട് കോർണിയ അതാര്യമായി തീരുന്നു, തുടർന്ന് അന്ധതയിലേക്ക് നയിക്കുന്നു. ഈ അവസ്ഥയുടെ പേര്? ഉത്തരം ഓപ്ഷൻ സി സിറോഫ്താൽമിയ. ഓർഗൻ ഓഫ് കോർട്ടി ഏത് ജ്ഞാനേന്ദ്രിയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ ബി ചെവി. ഓർഗൻ ഓഫ് കോർട്ട് ചെവിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഉമിനീരിൻ്റെ pH മൂല്യം? ഉത്തരം ഓപ്ഷൻ ഡി 6.2 മുതൽ 7.6. കേരളത്തിൻ്റെ ആരോഗ്യ പദ്ധതികളിൽ ഒന്നായ ആർദ്രം പദ്ധതിയിൽ പെട്ടതേത്?
ഉത്തരം ഓപ്ഷൻ ഡി അടിസ്ഥാന സൗകര്യ വികസന കാര്യങ്ങൾക്ക് വേണ്ട ഫണ്ട് പഞ്ചായത്ത് ലഭ്യമാക്കുകയും ചെയ്യുക. 27ാമത് സംസ്ഥാന വിത്ത് ഉപസമിതി തീരുമാനപ്രകാരം മണ്ണുത്തി കാർഷിക ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്തതും തൃശൂർ ജില്ലയിലെ കോൾപ്പാടങ്ങളിലേക്ക് അനുയോജ്യമായതുമായ നെല്ലിന്റെ ഇനമേത്? ഉത്തരം ഓപ്ഷൻ സി KAU മനുരത്ന. ആഗോള താപനത്തിന് കാരണമായ ഹരിതഗൃഹ വാതകങ്ങളിൽ ഏറ്റവും കൂടിയ അളവിൽ കാണപ്പെടുന്നതേത്? ഉത്തരം ഓപ്ഷൻ ഡി കാർബൺ ഡയോക്സൈഡ്. ആഗോള താപനത്തിന് കാരണമായ ഹരിതഗൃഹ വാതകങ്ങളിൽ ഏറ്റവും കൂടുതൽ അളവിൽ കാണപ്പെടുന്നത് കാർബൺ ഡയോക്സൈഡ് ആണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ വന്യജീവി സംരക്ഷണ കേന്ദ്രമല്ലാത്തതേത്? ഉത്തരം ഓപ്ഷൻ ബി രൂപ്കുണ്ട്. കേരളത്തിലെ കാടുകളിൽ വിസ്തൃതിയിൽ ഏറ്റവും കൂടുതലുള്ള വിഭാഗമേത്? ഉത്തരം ഓപ്ഷൻ സി ആർദ്ര ഇലപൊഴിയും വനങ്ങൾ. കേരളത്തിലെ കാടുകളിൽ വിസ്തൃതിയിൽ ഏറ്റവും കൂടുതലുള്ള വിഭാഗമാണ് ആർദ്ര ഇലപൊഴിയും വനങ്ങൾ. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ലൈക്കനുകൾ എന്ന വിഭാഗം സസ്യങ്ങളെ വായുമലിനീകരണത്തിന്റെ സൂചകങ്ങളായി കണക്കാക്കാം. വായുമലിനീകരണം കുറയ്ക്കുന്നതിന് വേണ്ടി കാറ്റലിറ്റിക് കൺവെർട്ടർ എന്ന ഉപകരണം ഘടിപ്പിച്ച വാഹനങ്ങളിൽ ലെഡ് അടങ്ങിയിട്ടില്ലാത്ത പെട്രോളാണ് ഉപയോഗിക്കേണ്ടത്. കാറ്റലിറ്റിക് കൺവെർട്ടറുകളിൽ ഉൽപ്രേരകമായി ഉപയോഗിക്കുന്ന ലോഹമാണ് മെർക്കുറി. ഉത്തരം ഓപ്ഷൻ സി ആണ് 1ഉം 2ഉം. അതായത് ലൈക്കനുകൾ എന്ന വിഭാഗം സസ്യങ്ങളെ വായുമലിനീകരണത്തിന്റെ സൂചകങ്ങളായി കണക്കാക്കാം എന്നതും വായുമലിനീകരണം കുറയ്ക്കുന്നതിന് വേണ്ടി കാറ്റലിറ്റിക് കൺവെർട്ടർ എന്ന ഉപകരണം ഘടിപ്പിച്ച വാഹനങ്ങളിൽ ലെഡ് അടങ്ങിയിട്ടില്ലാത്ത പെട്രോളാണ് ഉപയോഗിക്കേണ്ടത് എന്നും. ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. ആറ്റത്തിന്റെ ചാർജ് ഇല്ലാത്ത കണമായ ന്യൂട്രോണിനെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാര്? ഉത്തരം ഓപ്ഷൻ സി ജെയിംസ് ചാഡ്വിക്. ന്യൂട്രോൺ കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ജെയിംസ് ചാഡ്വിക്. അയിരുകളെയും ധാതുക്കളെയും സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? എല്ലാ അയിരുകളും ധാതുക്കളാണ്, എല്ലാ ധാതുക്കളും അയിരുകളല്ല. ഉത്തരം ഓപ്ഷൻ എ ആണ് 1ഉം 2ഉം. ഇത് രണ്ടും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. പരസ്പര ബന്ധമില്ലാത്തത് തിരിച്ചറിയുക. സോഡിയം ആൽക്കലി ലോഹം, കാൽസ്യം സംക്രമണ ലോഹം, അലൂമിനിയം ബോറോൺ കുടുംബം, ക്ലോറിൻ ഉത്കൃഷ്ടവാതകം. ഉത്തരം ഓപ്ഷൻ ഡി 2ഉം 4ഉം. കാൽസ്യം സംക്രമണ ലോഹം എന്നതും ക്ലോറിൻ വാതകമാണ് എന്നതുമാണ് പരസ്പര ബന്ധമില്ലാത്ത ജോഡി. ഒരു ജല തന്മാത്രയിലെ ഹൈഡ്രജനും ഓക്സിജനും തമ്മിൽ ആറ്റോമിക മാസിലുള്ള അനുപാതം എത്രയാണ്? ഉത്തരം ഓപ്ഷൻ ബി 1:8. പഞ്ചസാരയിലെ ഘടക മൂലകങ്ങൾ ഏതൊക്കെയാണ്? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. അതായത് ഉത്തരം ഓപ്ഷൻ എ ഹൈഡ്രജൻ, കാർബൺ, ഓക്സിജൻ. മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിന്റെ ആവൃത്തിയുടെ താഴ്ന്ന പരിധി ഡാഷ് ആണ്. ഉത്തരം ഓപ്ഷൻ സി 20 ഹെർട്സ്. മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിന്റെ ആവൃത്തിയുടെ താഴ്ന്ന പരിധിയാണ് 20 ഹെർട്സ്. പ്രവൃത്തിയുടെ യൂണിറ്റ്. ഉത്തരം ഓപ്ഷൻ എ ജൂൾ. പ്രവൃത്തിയുടെ യൂണിറ്റാണ് ജൂൾ. തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപപ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ്? ഓപ്ഷൻ ബി സംവഹനം. തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപപ്രേഷണം ചെയ്യുന്ന രീതിയാണ് സംവഹനം. വസ്തു ഒരു തുലന സ്ഥാനത്തെ ആസ്പദമാക്കി ഇരുവശങ്ങളിലേക്കും ചലിക്കുന്നതാണ് ഡാഷ്. ഉത്തരം ഓപ്ഷൻ ബി ദോലനം. വസ്തു ഒരു തുലന സ്ഥാനത്തെ ആസ്പദമാക്കി ഇരുവശങ്ങളിലേക്കും ചലിക്കുന്നതാണ് ദോലനം. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ കൂട്ടത്തിൽ പെടാത്തത് കണ്ടെത്തി എഴുതുക. സൗരോർജം, കാറ്റ്, തിരമാല, കൽക്കരി. ഉത്തരം ഓപ്ഷൻ ഡി കൽക്കരിയാണ്. അടുത്തതായിട്ട് മാത്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഇനി മുതൽ വരുന്നത്. ആൻസേഴ്സ് നിങ്ങൾ കണ്ടെത്തുക. ഞാൻ ആൻസർ മാത്രം പറഞ്ഞു പോകുന്നുള്ളൂ. 1/16 2/3 മടങ്ങ് എത്ര? ഉത്തരം ഓപ്ഷൻ എ 1/24 ആണ് കറക്റ്റ് ആൻസർ. 3, 6, 2 ഈ സംഖ്യകളുടെ ലസാഗു എത്ര? ഉത്തരം ഓപ്ഷൻ ബി 6. ഒരു ക്യാമ്പിലെ 30 പേരുടെ ശരാശരി ഭാരം 45 കിലോഗ്രാം ആണ്. ഒരാൾ കൂടി ക്യാമ്പിലേക്ക് വന്നപ്പോൾ ശരാശരി 42 കിലോഗ്രാം ആയി. പുതിയതായി വന്ന ആളുടെ ഭാരം എത്ര? ഉത്തരം ഓപ്ഷൻ സി 48. 1/2 പ്ലസ് 1/2 സ്ക്വയർ പ്ലസ് 1/2
ക്യൂബിൻ്റെ ദശാംശ രൂപം എഴുതുക. ഉത്തരം ഓപ്ഷൻ ബി 0.875. 15 സെന്റിമീറ്റർ നീളമുള്ള വര എ ബിയുടെ 2/3 ഭാഗമാകുന്ന വിധത്തിൽ സി അടയാളപ്പെടുത്തിയിട്ടുണ്ട്. എ സിയുടെ 1/2 ഭാഗമാകുന്ന വിധത്തിൽ ഡി അടയാളപ്പെടുത്തിയാൽ എ ബിയുടെ എത്ര ഭാഗമാണ് എ ഡി? ഉത്തരം ഓപ്ഷൻ ബി 1/3. 1.4641 റൂട്ട് എത്ര? ഉത്തരം ഓപ്ഷൻ ബി 1.21. താഴെ കൊടുത്തിരിക്കുന്നവയിൽ വലുതേത്? ഉത്തരം ഓപ്ഷൻ ഡി 10.7650. 243 എത്ര ഘടകങ്ങളുണ്ട്? ഉത്തരം ഓപ്ഷൻ ഡി 6. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ പൂർണ്ണവർഗം ഏത്? ഉത്തരം ഓപ്ഷൻ സി 9x10^2 120 km/മണിക്കൂറിൽ വേഗത്തിൽ ഓടുന്ന ഒരു വാഹനം 1 മിനിറ്റ് കൊണ്ട് എത്ര ദൂരം സഞ്ചരിക്കും? ഉത്തരം ഓപ്ഷൻ ബി 2 കിലോമീറ്റർ. 5 കുട്ടികളുടെ ഇപ്പോഴത്തെ വയസ്സുകളുടെ തുക 48 ആണ്. 5 വർഷത്തിന് ശേഷം അവരുടെ ആകെ വയസ്സ് എത്ര? ഉത്തരം ഓപ്ഷൻ സി 73. ഒരു ക്ലാസ്സിൽ 45 കുട്ടികളെ വരിയായി നിർത്തിയപ്പോൾ അനു ഇടത്തു നിന്നും 22-മതും വിനു വലത്തു നിന്നും 25-മതുമാണ്. ഇവരുടെ ഇടക്കുള്ള കുട്ടികളുടെ എണ്ണം എത്ര? ഉത്തരം ഓപ്ഷൻ സി 0. സമാന ബന്ധം കണ്ടെത്തുക. 7:342 8 ഓപ്ഷൻ എ 511. താഴെ കൊടുത്തിരിക്കുന്ന വാക്കുകൾ ഡിക്ഷണറിയിൽ നിരത്തുമ്പോൾ മൂന്നാമത് വരുന്ന വാക്കേത്? ഉത്തരം ഓപ്ഷൻ സി രജിസ്റ്റർ. A:B = 2, 2:3, B:C = 4:5 ആയാൽ C:A എത്ര? ഉത്തരം ഓപ്ഷൻ എ 15:8. 30 - 5 - 0.2/0.16 എത്ര? ഉത്തരം ഓപ്ഷൻ ബി 270. 1, 2, 5, 16, 65 എന്ന ശ്രേണിയിലെ അടുത്ത പദം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി 326. 0.0081 റൂട്ട് എത്ര? ഉത്തരം 0.09. ഒരു പേനയുടെയും ഒരു പുസ്തകത്തിൻ്റെയും വിലകൾ 3:5 എന്ന അംശബന്ധത്തിലാണ്. പുസ്തകത്തിന് പേനയേക്കാൾ 12 രൂപ കൂടുതലാണ് എങ്കിൽ പേനക്കും പുസ്തകത്തിനും കൂടി ആകെ വില എത്ര? ഉത്തരം ഓപ്ഷൻ ബി 48. ഒറ്റയാനെ കണ്ടെത്തുക. 91, 93, 95, 97, 99. ഉത്തരം ഓപ്ഷൻ ഡി 97.